വർഷങ്ങളായി ഗവേഷണ കപ്പലുകൾ ആണെന്ന വ്യാജേന ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പെട്രോളിംഗ് നടത്തുന്നു. അവയുടെ യഥാർത്ഥ ലക്ഷ്യം രഹസ്യമായി ചാരവൃത്തി നടത്തുക എന്നതാണ്. അവരുടെ സമീപകാല പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും മാലിദ്വീപിലും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും തന്ത്രപ്രധാനമായ മേഖലയിൽ പിരിമുറുക്കത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. ഡ്രാഗൺസ് ഐസ് എന്ന് വിളിപ്പേരുള്ള ഈ ചൈനീസ് കപ്പലുകൾ 2019 മുതൽ ശ്രീലങ്ക, മ്യാൻമർ, തായ്ലൻഡ്, വിവിധ ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശങ്ങൾ എന്നിവയ്ക്ക് സമീപം നങ്കൂരമിട്ട് കിടക്കുന്നു. ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം ഇന്ത്യൻ സൈനിക ആസ്തികൾ നിരീക്ഷിക്കൽ. അവരുടെ സാന്നിധ്യം പലപ്പോഴും ഇന്ത്യൻ മിസൈൽ പരീക്ഷണ സമയവുമായി ഒത്തുപോകുന്നു. ഇത് നിരീക്ഷണ സാധ്യത വ്യക്തമാക്കുന്നു. കടൽത്തീരത്തെ മാപ്പിംഗ്. ഇത് ഭാവിയിലെ സൈനിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയും ഇന്ത്യയുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് കടലിനയിലെ ആസ്തികൾക്ക് ഭീഷണിയാകുകയും ചെയ്യും. ധാതുവിഭവങ്ങൾ ശേഖരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉപയോഗിക്കാത്ത വിഭവങ്ങൾ ഉണ്ട്. ചൈന അവ പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സമീപകാല സംഭവങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. ഷിയാങ് യാങ് ഹോങ് 3. ഈ കപ്പൽ ഇന്ത്യയുടെ എതിർപ്പുകൾ അവഗണിച്ച് അടുത്ത മാസം മാലിദ്വീപിലെ മാലയിൽ നങ്കൂരമിടും. ചാരവൃത്തിയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഇതിനു മുമ്പ് ശ്രീലങ്കയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരുന്നു. ഷിയാൻ 6. 2023 ഒക്ടോബറിൽ ശ്രീലങ്കയുടെ തീരത്ത് ഗവേഷണം നടത്തി. മേഖലയിലെ ചൈനയുടെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ച് ആശങ്ക ഉയർത്തി. യുവാൻ വാങ് 6. 2022 നവംബറിൽ ആസൂത്രണം ചെയ്ത ഇന്ത്യൻ മിസൈൽ പരീക്ഷണത്തിനു മുമ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് പരീക്ഷണ സമയം മാറ്റാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു. ഈ സംഭവം ഇന്ത്യൻ സൈനിക പ്രവർത്തനങ്ങളിൽ ചൈനയുടെ ഇടപെടലിനുള്ള സാധ്യതയെ ഉയർത്തിക്കാട്ടി. ഇന്ത്യ മാലദ്വീപ് സംഘർഷങ്ങൾ. ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ച് മാലദ്വീപിന്റെ ചൈന അനുകൂല പ്രസിഡന്റ് മുഹമ്മദ് മുയിസു സിയാങ് യാങ് ഹോങ് 3 ഡോക്ക് ചെയ്യാൻ അനുവദിച്ചു. പരമ്പരാഗതമായി അടുത്ത സഖ്യകക്ഷികളായിരുന്ന ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം ഈ തീരുമാനം വഷളാക്കി. മാലിദ്വീപിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമുൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശാലമായ നയതന്ത്ര സംഘർഷങ്ങൾക്കിടയിലാണ് തർക്കം. ചൈന മാലിദ്വീപിൽ തന്ത്രപരമായി നിക്ഷേപം നടത്തുന്നു. കടക്കെണിയിൽ പെടാൻ സാധ്യതയുള്ള നയതന്ത്രത്തെക്കുറിച്ചും മേഖലയിൽ വളരുന്ന ചൈനീസ് സ്വാധീനത്തെക്കുറിച്ചും ആശങ്ക ഉയർത്തുന്നു. ശ്രീലങ്കയുടെ ബാലൻസിംഗ് നിയമം. തങ്ങളുടെ സമുദ്രാതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കപ്പലുകളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ സമ്മർദ്ദം മൂലമാകാം ശ്രീലങ്ക അടുത്തിടെ വിദേശ ഗവേഷണ കപ്പലുകൾക്ക് 1 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തിയത്. എന്നിരുന്നാലും ചൈന ശ്രീലങ്കയുടെ ഒരു പ്രധാന വികസന പങ്കാളിയായി തുടരുന്നു. ഇത് ദ്വീപ് രാഷ്ട്രത്തിന് ഭൗമരാഷ്ട്രീയ മത്സരത്തിൽ ഇന്ത്യയ്ക്കൊപ്പം പൂർണ്ണമായും നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നു. ഈ വിന്യാസങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശ്യങ്ങൾ വ്യക്തമല്ല. എന്നാൽ സൈനികവും സാമ്പത്തികവുമായ ആധിപത്യത്തിനുള്ള സാധ്യത വളരെ ആശങ്കാജനകമാണ്. ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് മേഖലയിൽ ആയുധ മത്സരത്തിന് കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ചൈനയുടെ നീക്കങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ സ്വന്തം നാവിക പട്രോളിംഗും ഇന്റലിജൻസ് ശേഖരണ പ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ഇന്തോ പസഫിക് മേഖലയിൽ ചൈന തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ ഈ സാഹചര്യം ആഗോള ശക്തിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുന്നു. പ്രദേശത്തിനും അതിനപ്പുറവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു.